അപ്പൊ എന്ന നിലയ്ക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്? മെയിൻലി സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിൻ. ഫസ്റ്റ് നമ്മള് ഈ പറഞ്ഞ എല്ലാരും പുതിയ ആൾക്കാരാണ്. പക്ഷെ പുതിയ ആൾക്കാരെന്ന് കരുതിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബാക്കി കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു പേര് കണ്ടു കഴിയുമ്പോൾ അവർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കൊള്ളാം, ഓക്കെ ആണ്, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു ഫിലിമാണ്. അപ്പൊ ആ ഒരു അഷുറൻസ് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞൊക്കെ ഫുള്ള് കാണാത്തത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്കറിയാൻ ചെയ്തതനുസരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് മാക്സിമം നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കുക. അത് തന്നെയാണ് മെയിൻ ആയിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അടുത്ത പടത്തിൽ ഇവൻ ഇത്രേ ഉള്ളെന്ന് വിചാരിച്ചാലോ, മിനിമമാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് ഞാൻ പറയും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. അതേട്ടാ, ഞാൻ ഇങ്ങനെ ഇനിയും വരാനുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളു എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പഴുത് എന്നുള്ള പേര് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ? സിനിമയുടെ തുടക്കത്തില് ടൈറ്റിൽ ഇല്ലായിരുന്നു. കഥയുടെ ഡെവലപ്മെന്റിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. അത് കഥയിൽ ഒരു ഇൻസിഡന്റില് ഒരു രഹസ്യം റിവീൽ ചെയ്യുന്നത് ഒരു പഴുതിലൂടെയാണ്. ആ പേര്, ആ പഴുതുന്ന ആക്ച്വൽ മെറ്റീരിയൽ ആണ് നമ്മുടെ മനസ്സിനകത്ത് ആദ്യം വരുന്നത്. പക്ഷെ ഈ വാക്കിന്റെ അർത്ഥം സിനിമയ്ക്ക് സ്യൂട്ട് ആകും എന്നുള്ളത് ആ സ്റ്റോറി ഡെവലപ്മെന്റിലാണ് കിട്ടിയത്. അപ്പം സ്റ്റോറിയിലെ ഒരു മെറ്റീരിയൽ, വേർഡിന്റെ മീനിങ്ങിന്റെ ഡെപ്ത് ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പേര്. ആദ്യമേ എല്ലാരും പറഞ്ഞത് നല്ലൊരു പേരാണ്, സ്യൂട്ടബിൾ നെയിം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ തുടക്കമേ ആ പേരിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയാ, ഒരു പഴുത് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്നറിയാനുള്ള ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് തന്നെ ആശംസിക്കുന്നു. നിങ്ങളും പുതിയ പുതിയ വർക്ക്സ് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പടത്തിലൂടെ മാക്സിമം അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലില് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.